കുരുല്ലാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കാണട്ടെ. ഇതിപ്പോ നമ്മള് കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ചോ. ഓരോ ഇലക്കടയിലും ഓരോ നാരങ്ങ വന്നിട്ട് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്ന് തീർന്നതാണ്. ഈ ഒരു ചെറിയ മരത്തിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു 50ഓളം കായ ഉണ്ടായിരുന്നു. നമ്മളെ പറമ്പിൽ വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. ചെറുനാരങ്ങൻ്റെ എല്ലാം ഉപയോഗിച്ചാറുടെ പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ചക്ക ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ വർഷം ഉണ്ടായത് നല്ല വലിയ ചക്കൾ തന്നെയാണ്. നിറയെ ഉണ്ട്. ഇതാ താഴെ വരെ ഉണ്ട് കണ്ടോ. ചെറിയ റേറ്റിൽ അത്യാവശ്യം നല്ല ചക്ക. ഇത് നല്ല ഒരു 150 രൂപേൻ്റെ തൈ വെച്ചാൽ തന്നെ ഒറ്റ വർഷം കൊണ്ട് സാധനം. എന്താ 2 സീഡ് ആണല്ലേ? അതിൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. സീഡ് വില ഉള്ളതാണ്. അതായത് ഒരു തൈ മുളച്ചാൽ എന്തായാലും ഒരു 150 രൂപ മിനിമം കിട്ടും. ഇന്ന് ഞാൻ വീണ്ടും റഷീദ് ഖാന്റെ ഫാമിൽ കാട്ട് വന്നിട്ടുള്ളത്. മലപ്പുറത്ത് തന്നെ അടിപൊളിയായിട്ട് എക്സോട്ടിക് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ആളാണ് റഷീദ് ഖാൻ. അപ്പോൾ റഷീദ് ഖാനോട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. ആദ്യം റഷീദ് ഖാൻ ഇത് എവിടെയാണ് കറക്റ്റ്? ഞാൻ മലപ്പുറത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കളക്ടറേറ്റിൻ്റെ അതിൽ വരികയാണെങ്കിൽ 3 കിലോമീറ്റർ. നമ്മൾ കൂട്ടിലങ്ങാടി വഴി വരും. ഹൈവേന്ന് പാലക്കാട് കോഴിക്കോട് ഓടുന്ന ഹൈവേന്ന് കയറുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് കയറാനുള്ളൂ. റെസിൻ എക്സോട്ടിക് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഞാൻ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ മദർ പ്ലാന്റുകളുള്ള തോട്ടത്തിലാണ്. എനിക്ക് 4 സ്ഥലത്തായിട്ടാണ് എൻ്റെ പ്ലാന്റ്സുകളുള്ളത്. ഒരു സ്ഥലത്താണ് നഴ്സറി ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഏകദേശം ഒരു 13 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ പ്ലാന്റ്സുകൾ വെച്ച് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം വലിയ മരങ്ങളൊക്കെ ആയി. ഒരുപാട് ആവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബിയു മാത്രമേ ഇപ്പോൾ പഴമായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ സമയത്തും ഓരോ പഴങ്ങളാണ് ഉണ്ടാവുക. പിന്നെ സപ്പോർട്ട് നമ്മൾ നാടൻ ഇനങ്ങളൊക്കെ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട്. മട്ടവപ്പം തീർന്നു. അങ്ങനെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. എല്ലാ ഫ്രൂട്ടും മദർ പ്ലാന്റ് ആയിട്ട് ഏകദേശം ഇവിടെ ഉള്ളതൊക്കെ ഈ അബിയു മരത്തിനൊക്കെ ഏകദേശം ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്. ഒരു 6 വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട്. അബിയു ശരിക്കും 2 വർഷം കൊണ്ട് കായ്ക്കും അല്ലേ? അതെ, കായ്ക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ? എങ്ങനെ തൈകൾ സെയിൽ? ഞാൻ തൈകളുണ്ട്. പഴയ കഴിഞ്ഞ വർഷത്തെ തൈകളൊക്കെ ആണെങ്കിൽ ഒരു 350 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണം. 300 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത തൈകളുള്ളത്. ഇനിയിപ്പോൾ ഈ വർഷം എനിക്ക് ഏകദേശം ഒരു 2000-3000 തൈ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ എന്തായാലും ചിലപ്പോൾ ഒരു 150 രൂപയ്ക്ക് തന്നെ സെയിൽ തുടങ്ങാമെന്നുള്ളതിലാണ്. പക്ഷേ വിത്തിട്ട് മുളച്ച് വരുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും ഒരു മാസം കഴിയും സീഡ് പുതിയ തൈകൾ കൊടുക്കാൻ. പഴയ തൈകൾ എത്ര വേണമെങ്കിലും ഏത് വലുപ്പത്തിൽ എൻ്റെ അടുത്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം അത്യാവശ്യം ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരുമോ? അതൊന്ന് താത്തിട്ട്. ഇതാ പഴം എന്താ ഒന്നിതാ ഇവിടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്രൂട്ടാണ്. ഫ്രണ്ടില് നല്ല ഭംഗിയിൽ നിൽക്കും. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പുറത്തുണ്ട് വേറെ മരം ഉണ്ട്. നമുക്ക് കാണിക്കാം. വലിയ പഴങ്ങളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ആവറേജ് പഴമാണ്. ഇത് ഏകദേശം എനിക്ക് ഈ 900 ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ഈ പഴത്തിന്. പിന്നെ ഇതിലും വലുതാണ് തായ്വാൻ്റെത്. അത് ഒന്നും കൂടി വലുതാണ്. ഏകദേശം 1050, അതായത് 1 കിലോനോ 50 ഗ്രാം വരെ പഴത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പഴമുണ്ട്, മുകളിലൊക്കെ ഉണ്ട്, വലിയ പഴമുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇത് കായ് വരുന്നേ ഉള്ളൂ. പഴങ്ങളുണ്ട്. ഇനി മുകളിൽ അതാ വലിയ പഴം വേണമെങ്കിൽ എന്താ അടയാളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെന്തോ കവർന്ന് പറ്റിയത് തോന്നുന്നുണ്ടോ. ഇതൊക്കെ ശരിക്കും ഒരു ഏകദേശം ഒരു 700-800 ഗ്രാം ഉണ്ടാവും ഈ ഒരു പഴം. ഇതാ സീറ്റിലും ഇതാ ഉണ്ടോ, ഇതിൻ്റെ സൈസ് കണ്ടോ. അത്രയും നല്ല സൈസ് ഉള്ള പഴമാണ്. കഴിക്കാനാണെങ്കിൽ അപാര ടേസ്റ്റാണ്. പക്ഷെ ഇതും പഴുത്തിട്ടില്ല. നല്ല ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടണില്ല. കിളികൾ കൊണ്ടുപോവാണ്. പഴുത്ത് കഴിഞ്ഞാൽ അതിന് സീഡില്ല, തൊലി അടക്കം കഴിക്കാം, ഒന്നും വേസ്റ്റ് ഇല്ല. സൂപ്പർ ഫ്രൂട്ട് അല്ലേ ഇത്? ഗ്രീൻ ചാമ്പ, നല്ല സീറ്റാ. ഇതിപ്പോ ആയിട്ടില്ലല്ലോ. ഇപ്പോൾ ഏകദേശം ഒന്നൊക്കെ ആയിട്ടുണ്ടാവും. ശരിക്കായെന്ന് പറയാം, ഫുള്ളായെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട് അതിന്? ഇല്ല, 250 രൂപ. കണ്ടാ, ഈ ഒരു ഗ്രീൻ ചാമ്പക്ക് 250 രൂപ. എത്ര വർഷം കൊണ്ട് കായ്ക്കും? 1 വർഷം 1.5 വർഷം കൊണ്ട് കായ്ക്കും. നമ്മൾ കണ്ട വെറൈറ്റിയുടെ അബിയുടെ പല വെറൈറ്റീസും ഉണ്ട്. എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. മോണിക്കുളർ, തായ്വാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. ഇതൊക്കെ അന്നത്തെ കറക്റ്റ് സീഡ് എടുത്തുണ്ടാക്കിയതാണ്. ഇപ്പോൾ അബിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് പോളേഷൻ നടന്നിട്ട് പലതിലും പലതും വരെയാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പൂട്ട് തുടങ്ങി. കണ്ടോ, ഇതിപ്പോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കായ്ക്കും. ഈ വർഷം തന്നെ കായ്ച്ചു വരും. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ടൈപ്പ് റേറ്റ് തന്നെ പഴയ തായ്വാൻ്റെ മറ്റൊക്കെ വരുന്നതാണ്. ഇതൊക്കെ 2000 രൂപയോളം വരുന്നുണ്ട്. വലിയ തൈകൾ കാഴ്ച തന്നെ ഞാൻ 1000-1500 രൂപ കൊടുത്തതുകൊണ്ട് അവിടെ അപ്പുറത്തുണ്ട്. ഇത് നമ്മൾ ക്ലൈമറ്റിക്ക് പറ്റിയ ഒരു സംഭവമാണ്. ഇത് പിന്നെ ചൈനീസ് കമൽ എന്ന് പറയും, മഡ്രീൻ ഓറഞ്ച് എന്ന് പറഞ്ഞ അതേ സംഭവമാണ്. ശരിക്കും ഓറഞ്ച് കളർ തന്നെ വരും അല്ലേ? അതെ, ഇത് ശരിക്കും നമ്മളെ ക്ലൈമറ്റിലേക്ക് പറ്റിയതാണ്. ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷം കായ പിടിച്ചാണ് ഇതൊക്കെ. എല്ലാത്തിലും കായുണ്ട്. എന്താ, എല്ലാ മരത്തിലും കായുണ്ട്. നമ്മളെ ക്ലൈമറ്റിൽ റഷീദൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? നല്ല ഗ്യാരണ്ടിയാണ്. എന്തായാലും പഴം ടേസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ കഴിച്ചിരുന്നു 2 എണ്ണം. ടേസ്റ്റ് ഉണ്ട്, സ്വീറ്റാണ്. പക്ഷേ
മറ്റുള്ള ഓറഞ്ചിനൊക്കെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ കായപിടുത്തം കൂടുതലും. മറ്റേത് കൽക്കട്ട ഓറഞ്ച് ഉണ്ട്, കൽക്കട്ട ഓറഞ്ച് കായ്ക്കും, പക്ഷേ ഒരു റഫായിട്ടാണ് കിടക്കുന്നത്, ഒരു നീരൊന്നുമില്ല, കാര്യമില്ലാത്തൊരു ഓറഞ്ചാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ചാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കണം. ഇതാണ് തായ് ലെമൺ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഒടിച്ചു കുത്തി സീഡ്ലെസ്, അതേപോലെ ആസാം ലെമണൊക്കെ അത് വ്യത്യസ്തമായിട്ട് ചെറുനാരങ്ങൻ്റെ എല്ലാ ഗുണം കാണിക്കുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ട പഴം പറിച്ചതാ, ഓരോ ഇലക്കടയിലും ഓരോ നാരങ്ങ വന്നിട്ട് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ തീർന്നതാണ്. ഈ ഒരു ചെറിയ മരത്തിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു 50ഓളം കായ ഉണ്ടായിരുന്നു. നമ്മളെ പറമ്പിൽ വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. ചെറുനാരങ്ങൻ്റെ എല്ലാം ഉപയോഗം, അച്ചാറിടാനും വെള്ളം കലക്കാനും എല്ലാത്തിനും പറ്റിയ. മറ്റേതിൽ അതായത് ആസാം ലെമണിലും പിന്നെ സീഡ്ലെസ് ലെമണിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണിത്. നിറയെ കായ്ക്കുന്നുണ്ട്, ചെറുതന്നെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ട്, റെഡിയാണ്. ഇത് നിലത്തൊക്കെ ഉള്ളൊരു കാരണം നല്ലൊരു വെറൈറ്റി ആയതാണ്. നല്ല വെറൈറ്റി ആയതുകൊണ്ട് ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് ചട്ടിയിലാണ്, ഇതാ കായ വന്നിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെടാത്ത പോലെ. പക്ഷേ ഇനി അത് വെറൈറ്റിയുടെ മാറ്റമാണോ എന്താണെന്നറിയില്ല. എന്തായാലും എൻ്റെത് ഫസ്റ്റിൽ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടായിരുന്നു. രണ്ടാമതുണ്ടായത് മൂന്നാമതുണ്ടായതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിലാണ്. ഇത് എനിക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് മേമി സപ്പോട്ട. ഇത് ലെയർ പ്ലാന്റ് ആണ്. ഇത് പോട്ടിൽ വെച്ചാണ്. ഇതാ ഇവിടെയൊക്കെ പൂവ് വിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടതാ. ഇതൊക്കെ മുട്ടുകളാണ്. ചെറിയ ഡ്രമ്മിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സപ്പോട്ട എന്ന് പറഞ്ഞാൽ മേമി സപ്പോട്ട 4 കിലോ വരെ തൂക്കം വരുന്ന സാധനമാണ്. ഏകദേശം ഒരു 1/2 കിലോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പഴം. അത്രയും വലിയ പഴം ഉണ്ടാവുന്നതാണ്. പോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പൂവിട്ട് കായ്ക്കാൻ തുടങ്ങി, ചെറിയ കായ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പിടിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ചൈനീസ് കറിവേപ്പ്. ഇത് ചെറിയ ലീഫാണ്, പക്ഷേ നല്ല സ്ട്രോങ് ആണിത്. എല്ലാ കാര്യങ്ങളും കറിയിലിട്ടുമ്പോഴും ഒരു ഇല പൊട്ടിച്ച് സ്മെൽ ചെയ്താൽ തന്നെ അറിയാം അതിൻ്റെ സ്ട്രോങ്. ഇത് പുറത്തുനിന്ന് വന്നാണ്. എന്തായാലും നല്ലൊരു വീട്ടിലൊക്കെ ഒരു ഓർണമെൻ്റ്, അതായത് കാണാനും കൂടെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ചെടിയും കൂടെ ആണിത്. അതിനും കൂടി വെക്കല്ലേ? അതും കൂടി വെറിഗേറ്റഡ് കപ്പയാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് പറിക്കാറായിട്ടുണ്ട്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഇത് പറിക്കും. എന്തായാലും ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തായ്ലൻഡിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിലൊരു യെല്ലോ കളർ വരുന്നൊരു ലീഫ് വരുന്നതുണ്ട്, പക്ഷെ അതല്ല, ഇത് പക്ക വെറിഗേറ്റഡാണ്. വെള്ളയും പച്ചയും മാത്രം കളറുള്ളതാണ്. എൻ്റെ മുരട് അവിടെ ഏകദേശം പറിക്കാനായിട്ടുണ്ട്. പറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ കൊടുക്കാൻ തുടങ്ങും. ഇത് വിയറ്റ്നാം മെർലി. എന്തായാലും ഇതാണ്ടോ നല്ല സൈസും ഉണ്ട്. പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ചക്ക ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ വർഷം ഉണ്ടായത് നല്ല വലിയ ചക്കൾ തന്നെയാണ്. നിറയെ ഉണ്ട്, ഇതാ താഴെ വരെ ഉണ്ട്. കണ്ടോ, ചെറിയ റേറ്റിൽ അത്യാവശ്യം നല്ല ചക്ക. ഇത് നല്ല ഒരു 150 രൂപേൻ്റെ തൈ വെച്ചാൽ തന്നെ ഒറ്റ വർഷം കൊണ്ട് സാധനം കായ്ക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോപ്പ് ചട്ടി കായ്ക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇതാ ഉണ്ടല്ലോ പൂട്ട് വരുന്നതാ, ഇതിൽ കായ പിടിച്ചതായിരുന്നു. നിറയെ പൂവുണ്ട്. അത് മൊത്തം പൂവാ വരുന്നത്. ഇതെങ്ങനെയുണ്ട് ശരിക്കും പഴം റഷീദ്? പഴം നമ്മൾ ചക്കയും മാങ്ങയും കഴിക്കണ പോലെ കഴിക്കാനില്ല. ഇത് മുട്ടപ്പഴല്ലേ, എഗ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോലെയാണ് അകത്ത്. പക്ഷേ അത്ര ടൈറ്റില്ല, അലിഞ്ഞിട്ടാണ്. ശർക്കരൻ്റെ സെയിം മധുരമാണ്. 1-2 പഴമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടുതൽ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, അതാണ് ഞാൻ പറയാനുള്ളൂ. പക്ഷേ എന്തായാലും വീട്ടിൽ വെക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അഭിയോ അടുത്ത മിന്നും താരം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 2 വർഷമായിക്കണ്. എന്തായാലും ഏകദേശം ആളുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 വർഷം മുന്നേ ഇത് പറയുന്നതാണ്. എല്ലാ വീട്ടിലും ഈ സാധനം എത്തും, തൈകളെത്തും. ഇത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ കംപ്ലീറ്റ് മുട്ടപ്പഴം എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് കമൻറ്റ് വന്നിരുന്നത്, എഗ് ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. എന്തായാലും എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. തൈ നട്ടാൽ ഒറ്റ വർഷം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ എല്ലാവരോടും 2 വർഷം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? അതാ കട്ട് ചെയ്യാലോ. എന്താ 2 സീഡ് ആണല്ലേ? അതിൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. സീഡ് വില ഉള്ളതാണ്. അതായത് ഒരു തൈ മുളച്ചാൽ എന്തായാലും ഒരു 150 രൂപ മിനിമം കിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ. അപ്പോൾ ആളുകൾ ആരും ഇത് പഴം സെയിൽ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ഇപ്പം എല്ലാ വീടുകളിലും എത്തി തുടങ്ങും അല്ലേ? അടിപൊളിയായിട്ടാണ് പറഞ്ഞിട്ട്. നിങ്ങൾ കുറെ പോരാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ആരും പണ്ടും കാര്യമില്ല. ആരാണ് പറഞ്ഞ് അവർക്ക് ഇപ്പോൾ വന്നാൽ ഇവിടെ ടേസ്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ട്, എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു സുഹൃത്ത് കെനിയ, അതായത് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് കൊടുക്കുന്ന ഒരു മുളകാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശരിക്കും വേൾഡിൽ എരുവിലിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനമോ എന്തോ ഉണ്ട് ഈ മുളകിന്.
ഭയങ്കര എരിവുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ട് എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഏകദേശം 3 വർഷത്തോളം പഴക്കമുള്ള പുലാസാൻ്റെ തൈകളാണ്. ഇതാ ഇത് ഒരു കഴിഞ്ഞ വർഷം തന്നെ കായ്ച്ചതാണ്. ഇതാ ഇപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട്. കണ്ടോ, ചട്ടി തന്നെ കായ്കളായിട്ട് പൂവാണ്. ചട്ടി തന്നെ കായ്ക്കുന്നതാണ്. ഇതാ ഇതിലൊക്കെ പൂവാണ്. കണ്ടോ, ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് റഷീദ് ഖാൻ? കൊടുക്കുന്ന തന്നെ. അപ്പോൾ ആവശ്യക്കാരുണ്ട് റഷീദ് ഖാനെ വിളിച്ചാൽ മതിട്ടാ. ഇഷ്ടംപോലെ പ്ലാൻ ഉണ്ടോ ഇതിൽ? ഏകദേശം ഒരു 10-20ഓളം പ്ലാന്റ്സ് ഉണ്ട്. ആ പൂവിട്ടത് ഇപ്പോൾ ഇതാണ്. എന്തായാലും ഇപ്പോൾ എൻ്റെ മറ്റുള്ള ഇതിൻ്റെ ബാക്കിൽ ഒന്നിച്ച് വന്ന സംഭവമാണ്. ബാക്കിയും ഇപ്പോൾ പൂട്ടുകൊണ്ടിരിക്കും. നമുക്കിത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും? ചട്ടി തന്നെ സെറ്റ് ചെയ്യാലോ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇത് വലിയ പോട്ടിലാക്കി വെച്ചതാണ്. എന്തായാലും ഇവിടെ കായ്പ്പിക്കാന്നുള്ള മദർ പ്ലാന്റ് ആയിട്ട് കാണാനുള്ള ഒരു ഷോക്ക് വേണ്ടി ഇവിടെ നിർത്താൻ വെച്ചാണ്. നാംഡോക്കുമായി ഗോൾഡ്, ഗ്രീനും ഉണ്ട് ഗോൾഡും ഉണ്ട്. ഇത് ചെറുത് മുതലേ ഗോൾഡായിട്ടാണ് വന്നിരുന്നത്. എന്താ ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുള്ള തൈകൾ ഇഷ്ടം പോലെ, ഇതിൽപ്പെട്ട ഇഷ്ടംപോലെ തൈകൾ ഇവിടെ പെട്ടെന്ന് കായ്ക്കുമല്ലോ. കായ്ക്കുന്നത് അതൊക്കെ പൂട്ടുണ്ടോ, ചെറിയ തൈയല്ല, അത്രയേ ഉള്ളൂ. ഇത് ചൈനീസ് മുസംബി, ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഇതാണോ എത്ര കായ വന്ന് നോക്കി, ഇഷ്ടംപോലെ കായ പിടിക്കുന്നു. കണ്ടോ, മധുരമുണ്ടത്? ആ മധുരമുണ്ട്, സ്വീറ്റ്, സാധാ മുസംബി പോലെ തന്നെ. ഇതേതാ? ആ റെഡ് ഹൈബ്രിഡ്. റെഡ് ഹൈബ്രിഡ് അല്ലേ? ഇതിപ്പോ എന്താ ഇനിയിപ്പോ അടുത്ത് ഉണ്ടായി തുടങ്ങുന്നത് ഫുള്ള്? ഇതെന്താ അറിയോ, ഒരു 4-5 വർഷമായി കഴിഞ്ഞാൽ 6 വർഷമായി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂ. പിന്നെ ഇത് ഓൾ സീസൺ ശരിക്കും പക്ക ഓൾ സീസണായി. ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ 4 പ്രാവശ്യവും. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് കാഴ്ചകൊണ്ടേ ഇരിക്കും. അത്യാവശ്യം ഉണ്ട് കേട്ടോ, സൈസും ഉണ്ടാവും, നല്ല മധുരം ഉണ്ട്. ഇതിന്റെ തൈകളൊക്കെ എങ്ങനെ റേറ്റ്? ഇതിന്റെ തൈകളിപ്പോൾ കായ പിടിച്ച് 8 രൂപ മുതലുണ്ട്. 8 രൂപ മുതൽ കാഴ്ചയുണ്ട്. പിന്നെ 200 രൂപ മുതൽ തൈകളുണ്ട്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം 32ഓളം വെറൈറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ആളുകളോട് പറയണു 32 വെറൈറ്റി വെക്കണം എന്ന് ആരോട് ഞാൻ പറഞ്ഞില്ല. എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളോ ടേസ്റ്റിലൊക്കെ. അപ്പോൾ കായ്ക്കുന്ന ഇനം നോക്കിയിട്ട് വെക്കുക, നല്ല ടേസ്റ്റുള്ള നോക്കിയിട്ട് വെക്കുക. കാഴ്ച പ്ലാൻ ഇഷ്ടംമാതിരി കൊടുക്കാണ്ടല്ലേ? പോലെ ഉണ്ട്. എത്ര പുറമൊക്കെ ജബൂട്ടിക്ക ഇതൊക്കെ എങ്ങനെ റേറ്റ് ഉണ്ട്? അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞില്ല, 8000 മുതലുണ്ട്. പിന്നെ അതൊക്കെ കായ്ക്കാറായ മരങ്ങളാണ്. ഇതൊക്കെ ഒരു 400-500 ഉണ്ട്. അത്രയും സൈസ് ഉണ്ട്. നല്ല വലിയ തൈകളാണ്. അതൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ കായ്ക്കും. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ്. ഇതിനൊക്കെ ലീഫിൽ തന്നെ മാറ്റം ഉണ്ടാവും. ഇത് മാവുകൾ പലതും ഉണ്ട്, നല്ല നല്ല വെറൈറ്റികളാണ്. ഇത് നാംഡോക്കുമായി ഗോൾഡാണ്. കുറേ ഉണ്ട്, പക്ഷെ ഇതൊന്നുമല്ല. ഇതിപ്പോൾ ഒരു 10-30 ഉണ്ടാവുള്ളൂ. ഏകദേശം 100ഓളം, 100ൻ്റെ പുറത്ത് ഡ്രമ്മിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നല്ല ഇത് ചെയ്തിട്ട് നല്ല തൈകളാക്കിയിട്ട് കായ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാടുണ്ട്, ഇനിയും ഇങ്ങോട്ട് കൊണ്ടു വെക്കാണ്ട്. പല ഡ്രമ്മോട് കൂടി കൊടുക്കും, ഡ്രമ്മോട് കൂടിയിട്ട് കൊടുക്കാനാണ്, കായ്പിച്ച് കൊടുക്കാനാണ്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ? ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇത് അമേരിക്കൻ റെഡ് പൾമറാണ്. പിന്നെ നാംഡോക്കുമായിൻ്റെ ഇതാണ്. പിന്നെ കാറ്റിമോന്, പിന്നെ മറ്റേ റിഞ്ഞോ, കണ്ടാമൃഗത്തിൻ്റെ പോലെ കൊമ്പൊക്കെ ഉള്ള ടൈപ്പ് മാവുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനി വരാണ്ട് ഇതിക്ക് ഒരുപാടുണ്ട്. ഒരു ഏകദേശം ഒരു 100-100-100ൻ്റെ 150ഓളം ഞാൻ ഇപ്പോൾ ഡ്രമ്മുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ മൊത്തം ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കാനുള്ള പരിപാടിയാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, താഴേക്കൊക്കെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ കൊടുന്ന് ഇറക്കാനുള്ള പരിപാടി.